അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ വലിയ ഫുട്ബോൾ വിദഗ്ധരൊന്നുമല്ല. പക്ഷേ കാലങ്ങളായി നമ്മളിങ്ങനെ കളി കാണുന്നു, കളി ആസ്വദിക്കുന്നു. അതിനെ ഈ പറഞ്ഞതുപോലെ ഒരു ലോക മാനവികതയെ ഒരുമിച്ച് നിർത്തുന്ന, വളരെ സന്തോഷിപ്പിക്കുന്ന, മറ്റെല്ലാ ഭിന്നതകൾക്കും അപ്പുറത്ത് ആസ്വദിക്കാനും ആഘോഷിക്കാനും പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കായിക രൂപമാണല്ലോ ഫുട്ബോൾ. ആ നിലയ്ക്ക് ഫുട്ബോൾ ലോകത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ ഈ കണ്ട് ചർച്ച ചെയ്തു പോയേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് ചില അഭിപ്രായങ്ങൾ പറയുകയാണ്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് വിദഗ്ധനല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയട്ടെ. മാത്രമല്ല, കാലാകാലങ്ങളായി നമ്മൾ ഈ ടീമിനോടുള്ള ആരാധന എന്നുള്ള മട്ടിൽ നമ്മൾ എങ്ങനെ ഉറച്ചൊരു ടീമിനൊപ്പം നിരന്തരം നിൽക്കുന്ന ഒരു സമീപനം തൽക്കാലം എനിക്കില്ലാനും. നമ്മൾ കളി കണ്ടു തുടങ്ങുമ്പോൾ ഈ ആദ്യമായി ടി വിയിൽ കാണുമ്പോൾ മറഡോണ രണ്ടാമത്തെ കളി കളിക്കുന്ന ഞാൻ കാണുന്നത്. അതായത് മറഡോണയെ കണ്ടിട്ട് അതിൻ്റെ ഒരു ആവേശം ആണ് നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കാലത്ത് അതായത് അർജൻറ്റീനയുടെ കിരീടധാരണത്തിന് ശേഷം തൊട്ട് പിന്നാലെ രണ്ടാമത് പരാജയപ്പെടുന്ന മത്സരമുണ്ട്. ആ മത്സരമാണ് ഞാൻ കാണുന്നത്, ശരിക്ക് പൂർണ്ണമായിട്ടിരുന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾക്ക് അർജൻറ്റീനയോട് ഒരു വലിയ ആരാധന സ്വാഭാവികമായിട്ടും മറഡോണയോട് ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണ് എല്ലാ കാലത്തും അർജൻറ്റീനയുടെ ആരാധകനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിന് തൊട്ട് ചേർന്ന് വരുന്ന കളി വിജയിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയുടെ താരങ്ങളെല്ലാം അന്നത്തെ വലിയ ഗംഭീര താരങ്ങളാണ് ലോതർ മത്തേഴ്സിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അവരെ കുറേ കൂടി നമ്മൾ ജയിച്ച് കാണുന്ന ടീമിനൊപ്പം കൂടുക എന്നുള്ളതാണല്ലോ ആദ്യം സംഭവിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ജർമ്മനിയുടെ ഒപ്പമായിരുന്നു. ഇങ്ങനെ കേരളത്തിലെമ്പാടും ടെലിവിഷൻ വന്ന് തുടങ്ങിയ കാലത്തിന് മുമ്പ് കളി ആരാധകരുണ്ട്. എഴുതിയത് വായിച്ച് ഇങ്ങനെ ആരാധനയോടെ പത്രങ്ങളിലൊക്കെ വരുന്നത് ഇങ്ങനെ എഴുതി കാണുന്നത് വായിച്ച് ആരാധന ഉണ്ടായവരുണ്ട്. പക്ഷേ ടി വി വന്നതിന് ശേഷം ആരാധനയുടെ സ്വഭാവം മാറി. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയ ഒരു കാര്യം, കേരളത്തിൽ പ്രത്യേകിച്ച്, ആദ്യം കേരളത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഈ വേൾഡ് കപ്പിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ജർമ്മനിക്ക് ഒത്തിരി ആരാധകരുണ്ട് ഈ രാജ്യത്ത്. ജർമ്മനി നേരത്തെ പോയി, പ്രീ ക്വാർട്ടറിൽ എത്തുന്നതിന് മുമ്പ്. അതുപോലെ ബ്രസീൽ പുറത്തുപോയി, പോർച്ചുഗൽ പുറത്തുപോയി. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങളോ അല്ലെങ്കിൽ ടീമുകളോ പുറത്തു പോയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീം ഏതാണ്? അർജന്റീനയാണ് കേരളത്തിൽ. അപ്പോൾ അർജന്റീന തുടരുകയാണ്. അതിലൊരു അസ്വസ്ഥതയും പ്രശ്നവും മറ്റെല്ലാവർക്കും ഉണ്ട്. അർജന്റീനക്കാർ എല്ലാ കാലത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് തരക്കാരേ ഇവിടെ ഉള്ളൂ. ഒന്ന് അർജന്റീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരും പിന്നെ അർജന്റീന വിരുദ്ധരും എന്നവർ പറയും. ആ മട്ടിലാണ് ഈ വൈകാരിക പ്രകടനങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവിടുത്തെ ഫാൻസിൻ്റെ ബഹളമൊക്കെ. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു പ്രശ്നം മുമ്പൊക്കെ കാണുന്നത് പോലെ അല്ല. അതിനപ്പുറത്ത് ഭയങ്കരമായി മോശം കമൻറ്റുകളും വല്ലാത്ത രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. അത് ഒരെണ്ണവശാലും ഫുട്ബോൾ അംഗീകരിക്കാത്ത വർഗീയവും വംശീയവുമായിട്ടുള്ള പരാമർശങ്ങളും അത്തരം ചീത്തവിളികളുമൊക്കെയാണ് സത്യത്തിൽ ഇപ്പം നടക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ കളിയെക്കുറിച്ച് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, രണ്ട് ടീമുകളും നന്നായി കളിച്ചു. അതിൽ കുറേ മികച്ച കളി കാഴ്ചവെച്ചത് തീർച്ചയായും അർജന്റീന തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ ഈജിപ്തിന് നമ്മളിപ്പോൾ സ്വാഭാവികമായി എല്ലായ്പ്പോഴും നമുക്കിപ്പോൾ ഈജിപ്റ്റ് പോലെ ഒരു ആഫ്രിക്കൻ രാജ്യം അങ്ങനെ കുതിച്ചു വരണം എന്നും അർജന്റീന പോലൊരു രാജ്യത്തെ തോൽപ്പിച്ച് ലോകകപ്പിൽ കൂടുതൽ മുന്നോട്ട് പോകണമെന്നൊക്കെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? തീരുമാനങ്ങളാണ് പെശകുന്നത്. എനിക്ക് ഈ കളി കണ്ടപ്പോൾ തോന്നിയത് രണ്ട് കോച്ചുമാരുടെ മത്സരമായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിൽ അർജന്റീനയുടെ കോച്ച് കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുത്തു. ഇപ്പുറത്ത് വൈകാരികമായ ചില തീരുമാനങ്ങളിലൂടെ ഈജിപ്തിൻ്റെ കോച്ച് ആ കളിയെ പരാജയപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിച്ചു എന്നാണ് എനിക്ക് ആ കളി കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ അവരുന്നയിച്ച മാത്രമല്ല, വിജയിച്ച് നിൽക്കുന്ന ഒരു കളി പെട്ടെന്ന് കൈവിട്ടു പോകുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. പിന്നെ നേരത്തെ തന്നെ അവിടെ നിലനിൽക്കുന്ന ചില സംഗതികളുണ്ട്. കാരണം പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈജിപ്റ്റ് ആ കളിക്കളത്തിൽ നിൽക്കുന്നത്. ഈ കോച്ച് തന്നെ നേരത്തെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പതാകയുമൊക്കെ ആയിട്ട് കളത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പുറത്ത് അർജന്റീനയിൽ ധാരാളം ഇസ്രായേൽ പക്ഷപാതികളൊക്കെ ഉണ്ട്. അതിൻ്റെ മറ്റൊരു തലമാണ്. അവർ
ഈ കോച്ച് ആദ്യം ഈ ഫലസ്തീൻ്റെ പതാക എടുത്തതോടെ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ പതാകയുമായി ഇവരും ഈ അർജൻറ്റീനയുടെ കാണികൾ അവരും വന്നു. ഈ വംശീയ അധിക്ഷേപമൊക്കെ നടത്തുന്നതിൽ അർജൻറ്റീനയുടെ കാണികളും അത്ര പിന്നോട്ടൊന്നുമല്ല. അത് മാത്രമല്ല ഇത്തരം വർഗീയമായ അധിക്ഷേപം നടത്തുന്നതിൽ അവരൊന്നും അത്ര പിന്നോട്ടൊന്നുമല്ല. പക്ഷേ അതിന് ആ ടീമിനെയും ആ താരങ്ങളെയും മെസ്സി അടക്കമുള്ളവരെയും എല്ലാം അതിൽ കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച ടീം എന്ന് പേരെടുത്ത ടീമാണല്ലോ. ടീമുകളിലൊന്നാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം. എല്ലായിടത്തും പോയി കളിക്കുന്നുണ്ട്. ഇന്ത്യൻ ആരാധകർ എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നുണ്ട് തനീഷെ. ഈ വർഗീയമായിട്ടൊക്കെയുള്ള എത്ര അധിക്ഷേപങ്ങൾ ഇന്ത്യൻ ആരാധകർ നടത്തുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ ഇവിടെയുള്ള സഞ്ജു സാംസൺ അടക്കമുള്ള കളിക്കാർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുമോ? ആ കളിക്കാർക്കല്ല, ടീമിനല്ല. ആ ടീമിൻ്റെ വിജയം നമ്മളും ഇന്ത്യൻ ടീമിൻ്റെ വിജയം നമ്മളെപ്പോലെ ഒരു കാരണവശാലും അത്തരത്തിൽ വർഗീയമായി ഈ ഒരു ടീമിനെയോ ആ ടീമിൻ്റെ കളിയെയോ ഒന്നും കാണാത്ത നമ്മളും ഈ അങ്ങേയറ്റം വർഗീയമായി ഇതിനെ കാണുന്നവർ ഒരുപോലെ ആസ്വദിക്കുന്നുണ്ട്. അതാണല്ലോ അതിൻ്റെ ഒരു രസം. ഈ കായിക ഇനങ്ങളുടെ ഇപ്പോൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അതൊക്കെ എല്ലാവരും ആ മട്ടിൽ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്ക് ഇതിനെല്ലാം അപ്പുറത്തേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പലർക്കും പല കാരണങ്ങളുണ്ട്. വർഗീയമായതും വംശീയമായതുമായ കാരണങ്ങൾ ചിലർക്ക് ചില ടീമുകളെയോ ചില വ്യക്തികളെയോ ആരാധിക്കാനുണ്ടാവും. പക്ഷെ അതല്ലാത്തവരുമുണ്ട്. ഇതെല്ലാം അല്ലാത്തവർക്കും പറ്റുന്ന സംഗതിയാണ് ഈ ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വംശീയമായ അധിക്ഷേപമൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമൊക്കെ പിന്നെ ഈജിപ്തിൻ്റെ കോച്ച് ഉന്നയിച്ചിരുന്നു. കോച്ച് ഉന്നയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ആരോപണം ഗ്രൗണ്ടിൽ ഉന്നയിച്ചു. പക്ഷെ അതിനപ്പുറത്ത് പുറത്തേക്ക് അതങ്ങനെ പറയുന്ന സ്ഥിതിയൊന്നും ഉണ്ടായില്ല. അത്തരമൊരു ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ കർശനമായി ഈ റഫറി ഇടപെടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുള്ളൂ. കാരണം അത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇടപെടുന്ന റഫറിയാണ് ഇദ്ദേഹം. പിന്നെ ഞാൻ വലിയ ജ്ഞാനമൊന്നും ഇതിനെക്കുറിച്ചില്ല. ഞാനുള്ളവർ പറഞ്ഞു കേട്ടത് ഈ വാറൊക്കെ പൂർണ്ണമായി കൃത്യമായി പാലിച്ച് തന്നെയാണ് ഈ ഗെയിം പൂർത്തിയായത്. അപ്പോൾ എല്ലാ ഗോളിലും ഇപ്പോൾ രണ്ടാമത്തെ പിന്നെ ഈജിപ്തിൻ്റെ ഗോളിൽ അവസാനത്തെ ഈജിപ്തിൻ്റെ ഗോൾ അംഗീകരിച്ചു കൊടുക്കുക, അതല്ല ഫൗള് അംഗീകരിച്ചു കൊടുക്കാത്തത് തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു. അവസാനത്തെ അർജൻറ്റീനയുടെ ഗോളിന് തൊട്ട് മുമ്പുള്ള ഫൗള് അംഗീകരിച്ചു കൊടുക്കാത്തത്. പക്ഷേ അതും കൃത്യമായി മോണിറ്റർ ചെയ്ത് തന്നെയാണ് പോകുന്നത് വാറ്. പക്ഷേ അത് പരിഗണിക്കേണ്ട ഒന്നായി അവർക്ക് തോന്നാത്തതുകൊണ്ടാണ്. വാർ ഇത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, വാർ നോക്കിയിട്ട് തന്നെയാണ് റഫറിയെ വിളിച്ചു വരുത്തി അതിലൊരു ആക്ഷനിലേക്ക് പോകാത്തതാണ് എന്നാണ് അവരത് പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയാലും ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദഗ്ധനല്ലാത്തത് കൊണ്ട് അത് വേറൊന്നുമല്ല. ഈ അവസാനത്തെ 11 മിനിറ്റ് ഉള്ള കളി എന്ന് പറയുന്നത് അപ്പം കളിയല്ലായിരുന്നു എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഇപ്പം ആദ്യത്തെ മെസ്സിയുടെ അസിസ്റ്റ് ആയാലും രണ്ടാമത്തെ മെസ്സിയുടെ ഗോളായാലും ഒക്കെ അത് കളിക്കാതെ നേടിയ ഗോളുകളല്ലല്ലോ. മാത്രമല്ല ഇതിനകത്ത് ഈ സ്കലോണി വളരെ തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളാണ് അവസാന ഘട്ടത്തിൽ ആ ടീമിൽ അതായത് അവസാനത്തെ 15 മിനിറ്റ് തന്നെയാണ് ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കളി കാഴ്ചവെച്ചത്. അത്തരം ഒരു കളിയിൽ സ്വാഭാവികമായും ഈജിപ്റ്റ് അമ്പരന്ന് പോയി എന്നുള്ളത് വാസ്തവമാണ്. അതിനു മുമ്പുള്ള എന്തൊക്കെ ഈ പറഞ്ഞ റഫറിങ്ങിലെ കുഴപ്പം പറഞ്ഞാലും, പിന്നെ റഫറിങ് പണ്ട് നമ്മൾ ആദ്യം കളി കാണുമ്പോൾ ഇങ്ങനെ ഒരു ദൂരത്തെവിടെയോ ഇരുന്നിട്ട് ചെറിയ ഉറുമ്പുകളെ പോലെ കുറേ കളിക്കാർ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ, ഏത് ടി വിയിൽ തന്നെ കാണുമ്പോൾ. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാം ക്ലോസ് റോട്ട് കാണുന്നുണ്ട്. നമ്മളൊരു റഫറി ആയിട്ടിരുന്നാണ് കളി കാണുന്നത്. ഇതിൻ്റെ എല്ലാം സൂക്ഷ്മമായ വിശകലനത്തിന് നമുക്ക് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കുറേ കൂടി അതിനകത്ത് എന്താണ് ഈ സൂക്ഷ്മമായി അതിനെ നിരീക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് ചില തോന്നലുകളുണ്ടാകും. അത് എല്ലാ കളിയിലും ഉണ്ട്. പക്ഷേ ഈ കളിയിൽ എന്താ നമുക്കിത് കൂടുതൽ തോന്നുന്നത്, ഇത് അർജൻറ്റീന എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ലോകം മുഴുവൻ ഏറ്റവും ആരാധകരുള്ള ടീം കളിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനകത്ത് കൂടുതൽ കുഴപ്പം തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫിഫയെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് തന്നെ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ BCCIയെ കുറിച്ചുണ്ട്, ICCയെ കുറിച്ചുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം കയ്യിലിരിപ്പ് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എപ്പോഴും ഇത് നടത്തിപ്പ് ഏജൻസികളുടെ എല്ലാം കയ്യിലിരിപ്പ് അത്ര ശരിയൊന്നുമല്ല. അതിപ്പോൾ ഫിഫയുടെ ആയാലും ശരിയല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്ന് മാത്രമല്ല, ഏറ്റവും പരിഹാസ്യമായ രീതിയിലാണ് അമേരിക്കയിലെ ലോകകപ്പ് ഇപ്പോൾ ഫിഫ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് പറഞ്ഞിട്ട് ചുവപ്പ് കാർഡ് പിൻവലിച്ച ഫിഫ പ്രസിഡന്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊന്നും നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടതില്ല. പക്ഷേ മെസ്സിയെ പോലുള്ള ഒരു കളിക്കാരനെ അല്ലെങ്കിൽ ആ ടീമിൻ്റെ ആ അവസാനത്തെ 15 മിനിറ്റിൻ്റെ പ്രകടനത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുള്ള ഒരു സമീപനം എനിക്ക് എന്തായാലും സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലുള്ളവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അർജൻറ്റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെഗുവേരയും മറഡോണയും അല്ല.
അർജന്റീന എന്ന് പറയുന്നത് അതിനപ്പുറത്തുള്ള പലതുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയമായി കീറി മുറിക്കാനും അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്താനും ഒക്കെ നമ്മൾ നിൽക്കേണ്ടതില്ല. നമ്മളതിൻ്റെ കളി മാത്രം ആസ്വദിച്ചാൽ മതി എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം. പക്ഷേ കേരളത്തിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ വേൾഡ് കപ്പിലാണ് ഞാൻ വർഗീയമായ ചർച്ചകൾ ചില ടെലിവിഷൻ ചാനലുകൾ തന്നെ നടത്തുന്നത് കണ്ടത്. അതായത് ഈ ഫുട്ബോൾ വഴി ജിഹാദ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ടെലിവിഷൻ ചാനലുകളുള്ള ലോകത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന മാനവികതയെക്കുറിച്ചൊക്കെ സ്വപ്നം കാണുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്.